ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വീട്ടിലെ ചീരകൃഷി വിളവെടുപ്പാണ്. കൃഷിയെന്നും വിളവെടുപ്പെന്നും പറയാൻ മാത്രമൊന്നുമില്ല. എന്നാലും നമ്മുടെ വീട്ടിൽ നമ്മൾ സ്വന്തമായിട്ട് നട്ട് നനപ്പിച്ച് വളർത്തി അതിപ്പോൾ എന്തായിക്കോട്ടെ, അത് നമ്മൾ സ്വന്തമായിട്ട് പറിച്ചെടുത്ത് അത് കറി വെച്ച് കഴിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖമുണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു സന്തോഷം, അത് വേറെ എന്തിനാണുള്ളല്ലേ. രാസവളങ്ങളൊന്നും ചേർക്കാതെ, ഒരു കടയിലും പോയി മേടിക്കാതെ നമ്മുടെ വീട്ടുമുറ്റത്തു നിന്ന് അത് കിട്ടുമ്പോൾ മനസ്സിന് കിട്ടുന്ന ഒരു സന്തോഷം അതെല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും. ഇത് ഞങ്ങൾക്ക് ഒരാൾ തന്നതാണ് ഈ ചീരയുടെ വിത്ത്. കിട്ടിയ പാടെ എൻ്റെ അമ്മ അത് നട്ടായിരുന്നു കേട്ടോ. പിന്നെ എൻ്റെ അമ്മയുടെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അമ്മ ചെടികളെ സ്നേഹിക്കുന്ന ഒരാളാണ്. അത് പൂക്കളായിക്കോട്ടെ, പച്ചക്കറികളായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ആളുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആൾ പിന്നെ അതിനെ വെറുതെ വിടില്ല. പിന്നെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അമ്മ എന്ത് നട്ടാലും അതുണ്ടാവും കേട്ടോ. ഉദാഹരണത്തിന് ഒരു റോസയുടെ കൊമ്പ് വെറുതെ ഒന്ന് താഴ്ത്തി കൊടുത്താൽ മതി, അതുണ്ടാവും. അതുകൊണ്ട് തന്നെ വീട്ടിലെ എല്ലാ ചെടികളും ഞങ്ങൾ അമ്മയെ കൊണ്ടാണ് നടിപ്പിക്കുക. ഇപ്പോൾ തന്നെ കണ്ടില്ലേ ചീരയുടെ കാര്യം. ഇതിൻ്റെ വിത്തൊക്കെ വെറുതെ വെതറി കൊടുത്തിട്ടേ ഉണ്ടാവുള്ളൂ, പക്ഷെ ഉണ്ടായി നിൽക്കുന്നത് നോക്കി. ഇത് മാത്രമല്ല കേട്ടോ, വെണ്ട, പയർ, തക്കാളി, പച്ചമുളക്, അങ്ങനെ ലിസ്റ്റ് അങ്ങോട്ട് കൂടുവാണേ. എന്തായാലും ഇവൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് ഇനി ഞാൻ വരാം. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ ബൈ ബൈ.